ശ്രീ ചക്കിട്ടപ്പാറ വിഷയത്തിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും വനം വകുപ്പ് ഇടപെടൽ? ഇത് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് അവർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനം നിയമത്തെ വെല്ലുവിളിക്കുന്നതിനോടാണ് നമുക്കെല്ലാം വിയോജിപ്പ്. എന്നാൽ നിയമപരമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി നീങ്ങുന്നതിന് അത് സ്വാഗതാർഹമായ നിലപാടാണ്. കേരളത്തിലെ വനം വകുപ്പിനായാലും ഗവൺമെൻറ്റിനായാലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പാസ്സാക്കിയ നിയമമനുസരിച്ചേ പ്രവർത്തിക്കാനാവൂ എന്ന പരിമിതിയാണ്. ആ പരിമിതി നിലവിലുള്ള കേന്ദ്ര നിയമങ്ങൾക്കും വ്യത്യസ്തമായി പഞ്ചായത്തിന് പ്രത്യേകമായ അധികാരം കോടതി കൊടുക്കുന്നുവെങ്കിൽ അത് നിയമ നടപടിയാണ്. നിയമ നടപടികളായി പോകാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അങ്ങനെയായിരുന്നു അവർ നേരത്തെയും ചെയ്യേണ്ടിയിരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിലൊരു തിടുക്കം അവർ കാണിച്ചു എന്ന് അങ്ങനെ തോന്നിയ ഒരു അതിന് ഓരോ പ്രദേശത്തെയും. പക്ഷേ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഭരണസ്ഥാപനം അങ്ങനെ ചെയ്യാമോ ഇല്ല എന്നുള്ളത് മാത്രമേ ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളൂ. കർഷകർ വൈകാരികതയ്ക്കൊപ്പം ആയിക്കോട്ടെ, അതിനാണല്ലോ നിയമത്തിൻ്റെ മാർഗം എന്നത്. നിയമത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നതിന് ഗവൺമെൻറ്റോ മന്ത്രിയോ വകുപ്പോ ഒരു കാരണവശാലും ഇതിലില്ല. നിയമവാഴ്ചയാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ആ നിയമവാഴ്ചയ്ക്ക് നിരക്കാത്ത ഒരു നിലപാടായി പോയി പഞ്ചായത്ത് ഔപചാരികമായി പ്രമേയം പാസ്സാക്കിയതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ആർക്കും ഭരണഘടനാപരമായി നിയമപരമായി പ്രവർത്തിക്കാനുള്ള അവകാശം പൗരനുള്ളതാണ്, പഞ്ചായത്തുകളിലുള്ളതാണ്, മെമ്പർമാർക്കുള്ളതാണ്, പ്രസിഡന്റിനുള്ളതാണ്. ആ നിയമം ബഹുമാനപ്പെട്ട കോടതികൾ എന്താണോ പറയുന്നത്, ആ കോടതികളുടെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകൾക്കെതിരെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞാൽ ആ കോടതിയുടെ വിധി എന്താണെന്ന് നോക്കിയതിന് ശേഷമേ പിന്നെ പറയാൻ പറ്റുള്ളൂ. കോടതി വിധി ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരാണെങ്കിൽ സ്വാഭാവികമായും നിയമത്തിൻ്റെ വഴിയിലൂടെ ആർക്കും പോകാമല്ലോ. അത്രയേ ഉള്ളൂ. ആ നിയമത്തിൻ്റെ വഴിയെ പോകുന്നതിനോട് ഞാൻ അനുകൂലമാണ്. താങ്കളടക്കം ഈ വന്യജീവി നിയമം മാറ്റണമെന്നാണ് പറയുന്നത്. അതെ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും കേരള നിയമസഭയും വന്യജീവി സംരക്ഷണ നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന അഭിപ്രായമാണുള്ളത്. ആ അഭിപ്രായത്തെ മറച്ചു പിടിച്ച് ഞങ്ങൾക്കെന്തോ ഗവൺമെൻറ്റിനെന്തോ നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, ഈ നടപടികൾ ഞങ്ങളെടുത്ത നിലപാടാണ് ശരി, നിയമ നടപടികളിലൂടെ സാധിക്കുമെന്ന് ആ പഞ്ചായത്തിന് ബോധ്യപ്പെട്ടു എന്നതാണ് ഇപ്പോഴത്തെ ഈ തീരുമാനത്തിലൂടെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരും ആയിക്കോട്ടെ, LDF ആണോ UDF ആണോ എന്നല്ല. കാരണം ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിന് അത് മനസ്സിലായിട്ടുണ്ടാവും. നിയമപരമായാണ് പോകേണ്ടത്, നിയമം കയ്യിലെടുത്തുകൊണ്ടല്ല പോകേണ്ടതെന്ന് അവർക്ക് ബോധ്യമാണ്. നല്ല ലക്ഷണമല്ലേ? മുന്നണിക്കകത്തൊന്നൊരു വിഷയം അത് ഞാൻ അന്നേ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ അന്ന് ആവശ്യപ്പെട്ടത് നിയമം വഴി മാത്രമേ പോകാൻ പാടുള്ളൂ. ഗവൺമെൻറ്റിനായാലും ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നിയമപരമായി പോകാൻ പറ്റും. പൗരനും നിയമം ലംഘിച്ചാൽ ശിക്ഷയുണ്ടാകും. പൗരനും നിയമം ലംഘിക്കാൻ അവകാശമില്ല, ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും നിയമം ലംഘിക്കാൻ അവകാശമില്ല, മന്ത്രിക്കും അവകാശമില്ല, മുഖ്യമന്ത്രിക്കും അവകാശമില്ല. എല്ലാവർക്കും നിയമത്തിൻ്റെ വഴിയെ പോകാനുള്ള എല്ലാ അവകാശവും നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ശരി, ആ നിലപാട് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. കാരണം ആ നിലപാട് മലയോര കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ്. അപ്പോൾ ആ നിലപാടിൽ സത്യസന്ധത ബോധ്യപ്പെടാത്ത ചിലപ്പോൾ ചില വികാരപരമായ നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളിൽ വികാരപരമായ നിലപാടുണ്ടായ ഒരു കേസിലും ഞാൻ അവരെ തള്ളി പറയാത്തത്.